നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്. ബഹുമാന്യ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അഭിനന്ദനങ്ങളും ആശംസിക്കുന്നു. കഴിവില്ലാത്ത, തന്ത്രമില്ലാത്ത, യുക്തിയില്ലാത്ത രാഷ്ട്രീയ നേതാക്കൾ നയിക്കുന്ന മുന്നണിക്ക് പറ്റുന്ന അപാകതയും അതിൻ്റെ ബലക്ഷയമാണ് നിലമ്പൂരിൽ കാണുന്നത്. മഹാമണ്ഡനായ അൻവർ, മണ്ഡനെന്ന വ്യക്തി വളരെ ആഴത്തിൽ തെളിയിച്ച ഒരാൾ. ബുദ്ധിശൂന്യായ സതീശൻ, പ്രതിപക്ഷ നേതാവ്, ഈ രണ്ട് പേരും കൂടി നിലമ്പൂർ എന്ന ഈസിയായിട്ട് UDF ജയിച്ചു കയറാമായിരുന്ന ഒരു മണ്ഡലത്തെ കൊണ്ടുവന്ന് വികൃതമാക്കി, ജയിക്കുന്ന ഉറപ്പില്ലാത്തതാക്കി. എന്തുകൊണ്ടാണ് മണ്ടനാണ് അൻവർ മണ്ടനെന്ന് പറയുന്നത്? അൻവർ ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് ഇറങ്ങി വന്ന് ഇവിടെ കേരളത്തിൽ കാലാകാലങ്ങളായിട്ട് വർഷങ്ങളുടെ രണ്ട് മുന്നണികളാണ് പ്രധാനമായിട്ടും. മൂന്നാമത് മുന്നണിക്ക് പ്രസക്തിയില്ല, തൽക്കാലം വരെയില്ല. ഈ രണ്ട് മുന്നണിയിൽ നിന്ന് പ്രവർത്തിക്കാത്ത ഒരാൾ പോലും വിജയിക്കാൻ പറ്റില്ല. ഉദാഹരണം, ഞാനൊക്കെ മൊയ്തീൻ ഷാ, ഞങ്ങൾ മുന്നണിയിൽ വന്നിട്ടില്ല, അതുകൊണ്ട് നമുക്കൊന്നും ആയില്ല, നമുക്ക് ലക്ഷ്യമില്ല അത്. പക്ഷെ ആകുന്ന ഒരു കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ അൻവർ എന്താ ചെയ്യേണ്ടത്? LDF ഇത് പോകുന്നു, UDF ചേക്കേറുക. അതാണ് സാമാന്യ മര്യാദ, സാമാന്യ യുക്തി, സാമാന്യ ബുദ്ധി. ഇപ്പോൾ നമ്മൾ MV രാഘവൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ UDF കയറി. ഇവിടെ ഉഷ അല്ലെങ്കിൽ ഉമ അവിടെ ഭർത്താവ് മരിച്ച ഉമ അത് ചേർന്ന് നിന്നു. രമയുടെ ഭർത്താവിനെ അവർ ആക്രമിച്ച് കൊലപ്പെടുത്തി അവർ പാർട്ടി ഉണ്ടാക്കി UDF ചേർന്നു. മറ്റു പലവരും ഉണ്ടല്ലോ. പക്ഷെ അൻവറിന് മാത്രം എന്താണ് ഇത് പറ്റാതെ വരുന്നത്? നമ്മൾ ഇന്നിപ്പോൾ അയാൾ വളരെ സത്യസന്ധമായിട്ട് വളരെ വ്യക്തമായിട്ട് നാറ്റിച്ച് കളയല്ലേ. സതീശായിട്ട് ഒരിക്കലും യോജിക്കാത്ത വിധത്തിൽ സതീശനെ നാറ്റിച്ച് കളയാണ്. സ്ഥാനാർത്ഥി ആര്യയുടെ ഷൗക്കത്തിന് നാറ്റിച്ചു വിടാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെങ്കിൽ നാറ്റിച്ചു വിടാണ്. ഇതെല്ലാം കഴിഞ്ഞ് അൻവർ ജയിക്കുമെന്നാണ് വിചാരിക്കുന്നത്. അതാണ് ഉദ്ദേശിക്കുന്നത്. അൻവറിന് എന്തെങ്കിലും മാന്യത മര്യാദ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു മുന്നണി സമ്പ്രദായത്തെ സാമാന്യ യുക്തി ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം എന്താ ചെയ്യേണ്ടത്? ഇടതുപക്ഷം വേണ്ടി വിട്ടുപോകുന്നു, അദ്ദേഹത്തിന് MP ആവണം അല്ലെങ്കിൽ മന്ത്രി ആവുന്ന ആഗ്രഹമാണ്, സമ്മതിച്ചു, ജനങ്ങളെ സേവിക്കണം, ഒക്കെ ശരി. അധികാരം ജീവിക്കാൻ പറ്റില്ല അവർക്കൊന്നും. UDF ചേക്കേറുക. UDF ചേക്കേറാൻ എന്ത് ചെയ്യണം? UDF എല്ലാ ഘടകകക്ഷിയായിട്ട് ആലോചിക്കുക. UDF പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ചെയർമാൻ ആളായിട്ടൊന്ന് ധാരണ എത്തുക. അത് എല്ലാവരും എത്തി പൊന്നെ കണ്ണേന്ന് വിളിച്ച് അവർ കൂടെ നിൽക്കലവട്ടെ. ഇത് അദ്ദേഹം എന്താ ചെയ്ത് കൂട്ടിയത്? പല പാർട്ടികളുണ്ടാക്കി. സാമാന്യ ബുദ്ധി ഉണ്ടായെങ്കിൽ, അൻവറിന് സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ, പിണറായി വിജയനെ എതിർത്തുകൊണ്ട് തമിഴ്നാട്ടിൽ പോയാൽ സ്റ്റാലിൻ സ്വീകരിക്കുന്നുണ്ടോ? അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടായില്ലല്ലോ. അവിടെ DMKക്ക് പകരം വേറൊരു കൾച്ചർ സംഘടന ഉണ്ടാക്കി, കൾച്ചർ ഓർഗനൈസേഷൻ, സാംസ്കാരിക സംഘടന. അത് പറ്റാതെ നിൽപ്പേണ്ടത് പിന്നെ അവിടെ TMC, തൃണമൂൽ കോൺഗ്രസ് ചേരാൻ പോകുമ്പോൾ എന്താ ചെയ്യണോ അൻവറെ? നിങ്ങൾ UDF നേതാക്കളെ അല്ലെങ്കിൽ UDF ചെയർമാനോട് നിങ്ങൾ ഒരു അനുവാദം ചോദിക്കല് പറയണ്ടേ? ഞാൻ TMC ചേരാൻ പോണ്, ഞങ്ങൾ മുന്നണി ചേർക്കും കേട്ടോ. അപ്പോൾ എന്ത് തടസ്സം അദ്ദേഹം പറയില്ലേ? ഇത് അവിടെ ചെന്ന് ഇവരൊന്നും അറിയിക്കാതെ അവിടെ ചെന്ന് ധാരണ എത്തിയിട്ട് ഞാൻ ആളാണെന്ന് പറഞ്ഞിട്ട് മുന്നണി ചേർക്കും. ചില മര്യാദയൊക്കെ ഇല്ലേ? മുന്നണി മര്യാദ എന്ന് പറയുന്നത് ഒരു മിനിമം പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ, അതാണ് മുന്നണി സമ്പ്രദായം. അപ്പോൾ മുന്നണി നമ്മൾ ചേരണമെങ്കിൽ മുന്നണി ചേരാൻ പരിപാടിയുള്ളപ്പോൾ നമ്മൾ ആ മുന്നണി ഘടകകക്ഷിയായിട്ടോ അല്ലെങ്കിൽ മുന്നണി ചെയർമാനായിട്ടോ അല്ലെങ്കിൽ പ്രധാന നേതാക്കളായിട്ടോ നിങ്ങൾ ആദ്യമായിട്ട് ധാരണ എത്തണം. എന്താണ്? ഒരു അണ്ടർസ്റ്റാൻഡിങ്. അതല്ലേ ധാരണ എന്നുള്ളത്. ഞാനിങ്ങനെ പാർട്ടി ചേരാൻ ആഗ്രഹിക്കുക, പാർട്ടി ചേരാൻ എന്നെ നിങ്ങൾ ചേർക്കുമോ? തടസ്സമുണ്ടോ? അത് കുഴപ്പമില്ല, നിങ്ങൾ പോയിക്കോ, നമ്മൾ ചേർക്കാം എന്ന് അനുവാദം വാങ്ങിയിട്ട് വേണം അവിടെ ചേരാൻ പോകുന്നത്.
അതായത് അതിനൊരു ഫിലോസഫി ഉണ്ട്. ഞങ്ങളിത് ഫിലോസഫിക്കൽ കൂട്ടായ്മയാണ്, മനഃശാസ്ത്ര കൂട്ടായ്മയാണ്, ശാസ്ത്രീയ കൂട്ടായ്മയാണ്. ഫിലോസഫി എന്നറിയോ, നമ്മൾ ഒരു സ്ഥലത്ത് എത്താനല്ല നോക്കേണ്ടത്, എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ തിരിച്ചെത്താം അത് ആദ്യം ചിന്തിക്കണം. ഇന്ന് അധികം പേർ 99% പേർ ഇല്ലാത്തതാണ്. എങ്ങനെ സ്ഥലത്ത് എത്താൻ നോക്കും, അവിടെ പെട്ടുപോകും. പക്ഷെ നമ്മളവിടെ എത്താനല്ല നോക്കിയിട്ട് അവിടുന്ന് തിരിച്ച് വരാനുള്ള വഴി ആലോചിക്കണം, എന്നിട്ട് നമ്മൾ എത്താൻ നോക്കാവൂ. അതാണ് ബുദ്ധി, അതാണ് യുക്തി, അതാണ് തന്ത്രം. അപ്പോൾ TMCയിൽ നിങ്ങൾ ചേരാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇവിടെ UDF ചേരാനല്ല ഉദ്ദേശിക്കുന്നത്, LDF ഇറങ്ങുകയും ചെയ്ത് പിണറായി വിജയനൊക്കെ എതിർത്തുകൊണ്ടൊന്ന് പിന്നെ തോൽപ്പിക്കാൻ നോക്കിയിട്ട് അത്ര ഈസിയാണോ? അത്ര ഈസി അല്ല, അതൊക്കെ മനസ്സിലാക്കണം. അത് പിണറായി വിജയൻ നല്ലവരാണെന്നോ അല്ലെങ്കിൽ അത് LDF പറയുന്നല്ല ശരിയാന്നല്ല പറഞ്ഞത്, അത്ര ഈസിയാണ്. അപ്പോൾ നിങ്ങൾ എന്താ വേണ്ടത്? ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ അന്വ ചെയ്യേണ്ടതാണ്. UDF ചേർന്ന് സംസാരിക്കുക, പ്രത്യേകിച്ച് ചെയർമാനായിട്ട് സംസാരിക്കുക, ധാരണ എത്തിയിട്ട് പോവാം. അത് ചെയ്തില്ല, അവർ ആലോചിച്ചില്ല. സ്ഥാനാർത്ഥി നിർണയം നടത്തിയപ്പോൾ നിങ്ങളുടെ ഭാഗം ചോദിച്ചില്ല എന്നുള്ളത് നിങ്ങൾ പറഞ്ഞല്ലോ, ന്യായമാണ്. എങ്ങനെ ഒരു ഓറൽ ചോദ്യം, അനുവാദമല്ല, അനുവാദം അറിയിപ്പ്. ഇതിങ്ങനെ അൻവറിന് പിന്നെ ആര്യാട് ഷൗക്കത്ത് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് നിങ്ങൾ അറിയിക്കുക, അതൊരു മര്യാദയാണ്. അല്ല, അനുവാദം ചോദിക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ തോന്നിയല്ലോ. അതുപോലെ നിങ്ങൾ TMC ചേരാൻ പോകുന്നെങ്കിൽ നിങ്ങൾ ഈ UDFിലെ ഘടകകക്ഷിയോടോ അല്ലെങ്കിൽ UDFിലെ നേതാക്കളോട് പറയണ്ടേ? അത് ചെയ്തില്ല. അത് ചെയ്തില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ ആദ്യമായിട്ട് വന്ന് പ്രഖ്യാപിക്കാൻ തരുമോ, ജോയിയെ മണ്ഡലം ജോയിയെ പ്രസിഡന്റ് ആക്കണം, അല്ല സ്ഥാനാർത്ഥിയാക്കണം. ഇവിടെ ഒരു മുന്നണി സമ്പ്രദായത്തിൽ ആ മുന്നണിക്ക് അംഗീകൃത ചെയർമാൻ ഉള്ളപ്പോൾ, കൺവീനർ ഉള്ളപ്പോൾ അവരല്ലേ തീരുമാനിക്കേണ്ടത്. അല്ലെങ്കിൽ മുന്നണി യോഗമല്ലേ, UDFിന്റെ മുന്നണി യോഗമല്ലേ, അൻവറാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് നിർദ്ദേശം വയ്ക്കാൻ വേണ്ടി രഹസ്യമായിട്ട് അഭിപ്രായം പറയാം, അതും രഹസ്യമായിട്ട് പരസ്യമായിട്ടില്ല. എന്താണ്, ഇന്നൊരാളെ കൊള്ളാം, അതിൻ്റെ കാര്യം മനസ്സിലാക്കാം, അതൊന്നും കുഴപ്പമില്ല, ജനാധിപത്യമല്ലേ, അപ്പോൾ തുറന്ന് ചർച്ച ചെയ്യാം. ഇതിൽ നിങ്ങൾ ആദ്യം എൻ്റെ സ്ഥാനാർത്ഥിയെ ഞാൻ ജോയി വഹിക്കുന്നതാണ്. നിലമ്പൂരിൽ ആമ്പിളുണ്ടായിരുന്നില്ല, കരണത്തിലടി കൊടുത്തനെ. അത് പഴയപോലെ ആൻപ്രതിപ്പ് ഇല്ല. ഒരു മുന്നണി കയറി ഇങ്ങനെ ഏകപക്ഷമായിട്ട് ഭരിക്കാൻ വന്നാൽ മുട്ടുകാലി എല്ലാം ഒടിക്കുകയോ അല്ലെങ്കിൽ കരണത്തിലടിക്കണതാണ്. അതിപ്പോൾ പഴയതുപോലെ ആവശ്യമായിട്ട് ആൾക്കാർക്ക് ഇപ്പോൾ ഇല്ല, അവർക്കൊന്നും കഴിവില്ല എന്ന് ചോദിക്കുക. അല്ലെങ്കിൽ ഇന്നും പറയുന്നറിയോ, നാറ്റിച്ചുകളാണ്, സ്വയം നാറുകയും ചെയ്യാണ്, നാറ്റിക്കുകയും ചെയ്യാണ്. അവിടെ ഒരു ഫിലോസഫി ഉണ്ട് അൻവറെ, സ്വയം നാറുകാനും പാടില്ല, നാറ്റിക്കാനും പാടില്ല. ഇതൊക്കെ മൊയ്തീൻ ഷായുടെ ഗ്രൂപ്പ് വാദം ഫിലോസഫിയാണ്. തല ഒരു വാക്ക് അതല്ല, ഫിലോസഫിയാണ്. നിങ്ങൾ നാറിക്കൊണ്ടിരിക്കുകയാണ്, നാറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ആര് വലിയ വലിയ ആൾക്കാരെ തുണി എളുപ്പൂല കറുപ്പും എളുപ്പില്ലാന്ന് പറയുമ്പോലെ ആരുടെ പക്കലാണ് തെറ്റില്ലാത്തത്? ഏത് നേതാവ് തെറ്റിയാത്തത്, കുറ്റിയാത്തത്? ഏത് മനുഷ്യൻ തെറ്റിയാത്തത്? അതിൻ്റെ തോതനുസരിച്ച് നമ്മൾ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യും. എന്നല്ലാതെ ഈ രാഷ്ട്രീയക്കാർ ഏതെങ്കിലും കാലത്ത് എല്ലാ കാലത്തും 24 മണിക്കൂർ പുണ്യമാണ്. ഇപ്പം ഞാൻ പുണ്യമാണെന്ന് പറയാറ്. ഞാൻ ആരോട് കൊടുക്കൽ വാങ്ങിയിട്ടില്ല, ആരോട് 10 ദിവസം വാങ്ങിച്ചിട്ടില്ല. അങ്ങനെ എനിക്ക് വേണ്ടി പറയാം, 17 വർഷത്തിലേക്ക് ഞാൻ ഒരു പ്രശ്നത്തിൽ പോയിട്ടില്ല. എനിക്ക് വേണേ പെൻഷൻ ഞാൻ പറയുന്നൊന്നുമില്ല. അപ്പം മറ്റ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച ആൾ 10-60 വർഷം ജീവിച്ച ആൾക്കൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി കാണും. ആരല്ല, സുരേന്ദ്രനില്ലേ, KC വേണുപോലല്ലേ, ഏത് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കാണ് ഒരു ഇതിൽ മറ്റൊരു കുറ്റവും കുറവില്ലാത്തത്, അയബ് എന്നത് ന്യൂനത ഇല്ലാത്തത്? ഉണ്ട്, നിങ്ങൾക്കില്ലേ? അപ്പോൾ നിങ്ങൾ ചെയ്തില്ല. അത് നിങ്ങൾ 100% നിങ്ങൾ തെറ്റായത്. ഒരു മുന്നണിയുടെ ഒരു മര്യാദ പോലും നിങ്ങൾ ആലോചിച്ചില്ല. ആ പണത്തിൻ്റെ അഹങ്കാരവും അറിവില്ലായ്മയുടെ ഗുണ്ടായുസവും. നിങ്ങൾ രാഷ്ട്രീയക്കാരല്ല, യു ആർ നോട്ട് എ പൊളിറ്റീഷ്യൻ. നിങ്ങൾ ഗുണ്ടായുസം കാണിക്കും, പണത്തിൽ ഓങ്ക്, അങ്ങനെ രാഷ്ട്രീയത്തിൽ വരുന്നു. നിങ്ങൾ എന്ത് പാരമ്പര്യ രാഷ്ട്രീയത്തിൽ? എത്ര യൂണിറ്റ് ഉണ്ടാക്കി നിങ്ങൾ കഷ്ടപ്പെട്ട് നടത്തുന്നുണ്ട്, എത്ര സമയം നടത്തിയിട്ടുണ്ട്, ഏത് തൊഴിലാളി സമയത്ത് പങ്കെടുത്ത് വിജയിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ കർണാടക പോലും തട്ടിൽ എസ്റ്റേറ്റിൽ സമർപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഏത് തൊഴിലാളി സമയത്ത് എഴുതണം ഉണ്ടെങ്കിൽ എനിക്കറിയില്ല, ഞാൻ പുറത്ത് കേൾക്കുന്നില്ല. ആ നിങ്ങൾ UDFിനെ തകർത്ത് സതീഷ് നാറ്റിച്ച് കോൺഗ്രസ്സുകാരെ പിന്നെ മുൾമുയിൽ നിർത്തല്ലേ? ഇപ്പോൾ കേശുവേണിൽ ഒരു ഗ്രൂപ്പ് അങ്ങോട്ട് മാറ്റി വേറെ സതീഷ് മാധവ് ഒറ്റ ഗ്രൂപ്പാക്കി, സതീഷ് മെമ്പർഷിപ്പ് ബാക്കിയുള്ളത് നല്ലവണ്ണം പറയാം. ശരിയാണോ പിന്നെ അൻവറെ? സതീഷ് ഇല്ലാത്തൊരു കോൺഗ്രസ് UDF കേരളത്തിൽ ഉണ്ടാവും തൽക്കാലം. സതീഷിന് മാറ്റാം, അങ്ങനെ മാറ്റി കഴിഞ്ഞാൽ പിന്നെ കല്ലും മണ്ണും മാറി നെല്ലില്ലാത്ത പിന്നെ ആരുണ്ടാവും? ഇപ്പം ഇത് കേസ് നിങ്ങൾക്ക് പറ്റൂല, സുധാകരനെ പറ്റൂല, നിങ്ങൾക്കെല്ലാം സാധനം പറയും.
പിന്നെ ആരോ ഒഴിവാക്കിയുള്ളൂ? അത് ശരിയല്ലോ. നിങ്ങൾ ചെയ്തില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ കോൺഗ്രസിനെയും UDFിനെയും നശിപ്പിച്ച് വേരോടെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ആര്യാട് ഷൗക്കത്തിനെ അവിടെ ജയിപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. അത് ഞാൻ മിനിയാന്ന് പറഞ്ഞ് കൊച്ചിയിൽ ലാല മുഹമ്മദും മറ്റ് VK കുട്ടി സാഹിബ് ഉണ്ടായി. ആ 2 കള്ളന്മാർ ഭരിച്ചു കഴിഞ്ഞാൽ കള്ളന്മാരോട് 2 പേർക്ക് കിട്ടാതെ വേറെ ആൾക്ക് കൊടുത്തേക്കെ. സമുദായത്തിൽ കിട്ടേണ്ട അർഹതപ്പെട്ട ചാൻസ് ആ സമയം, ടൈം ആൻഡ് ടൈഡ് വിൽ നോട്ട് വെയിറ്റ് നൺ. സമയ സന്ദർഭം ഒരു തെണ്ടിയും കാത്തിരിക്കില്ല. ആ സമയത്ത് വരും. അവിടെ മുനിസിപ്പൽ ചെയർമാനായിട്ട് വന്നപ്പോൾ ചാൻസ് കിട്ടിയാണ് മുസ്ലിങ്ങൾ. എറണാകുളത്ത് ആദ്യത്തെ മുനിസിപ്പൽ ചെയർമാൻ എന്ന പേരാണ്. അത് ഈ നെറികെട്ട് 2 കള്ളന്മാരും ദുഷ്ടന്മാരും സമൂഹദ്രോഹികളും സാമൂഹ്യ ദ്രോഹികളും മരിച്ചുവെങ്കിലും പറയാതിരിക്കാൻ പറ്റുമോ? അത് കിട്ടാതെ പുറത്തുപോയി. ഇപ്പം അത് അൻവറിന്റെ വാശി ആര്യാടൻ മുഹമ്മദിന്റെ മകനെ അവിടെ ആക്കാൻ പറ്റില്ല. ആര്യാടൻ മുഹമ്മദ് ഷൗക്കത്തൊരു മണ്ഡലത്തുണ്ടെങ്കിൽ അവനെ അവിടെ ജീവിക്കാൻ അനുവദിക്കാതെ നിങ്ങൾ വേറെ മണ്ഡലം കണ്ടുപിടിക്കണം. 140 മണ്ഡലമല്ലേ, മറ്റ് 130 മണ്ഡലല്ലേ? അതിൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടണല്ലേ? അത് നിങ്ങളെ ദുഷ്ടലാക്കാന്ന്. അതാണ് നിങ്ങൾ കരണത്തിലടിക്കുന്നത്. ഇവിടെ ചിലർ എൻ്റെ ഫോൺ കോൾ പറഞ്ഞല്ലോ, അവരൊക്കെ മുട്ടുകാലിൽ വിളിക്കുന്ന സമയം കഴിഞ്ഞാണ് അൻവറിൻ്റെയൊക്കെ ഉണ്ടായി വെച്ചെടുക്കുന്നത്. അൻവർ നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും 130 മണ്ഡലത്തിൽ ഒരു മണ്ഡലം കണ്ടുപിടിച്ചിട്ട് പറയാൻ പറ്റില്ല. ഇത് വേണമെന്ന് പറയാൻ പാടില്ലേ? ഒരു മണ്ഡലം ഇല്ലേ നിങ്ങൾക്ക്? ഈ നിലമ്പൂർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിന് ആര്യാടനത് അതാണ് ദുഷ്ടതരണത്. ഞാൻ പറഞ്ഞ എനിക്കിത് പറയാതിരിക്കും പറ്റില്ല. ഞാൻ സബീലെ മില്ലത്ത്, അത് മുസ്ലിങ്ങളുടെ ഒരു വഴികാട്ടി അല്ലെങ്കിൽ മാർഗദർശി എന്നൊരു പേര് ഇട്ട് ഞാൻ വിളിച്ചിട്ടുണ്ട്. എനിക്ക് അതും കൂടി പറയാതിരിക്കാൻ വയ്യ. ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പറഞ്ഞു എന്താണെന്നറിയോ? നിങ്ങൾ പറഞ്ഞ പോയിന്റ്, വയനാട് മണ്ഡലത്തിൽ സ്ഥാനിക 4 ക്രിസ്ത്യാനി MLA-മാരില്ല. ശരിയാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലോ, തിരുവനന്തപുരം, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, ഈ 4 ജില്ലകളിൽ ഒറ്റ മുസ്ലിം ഇല്ല. 40% മുസ്ലിങ്ങൾ. പിന്നെ നിങ്ങൾ ആദിവാസികളില്ല, കാട്ടുജാതിയല്ല, മലയോര കർഷകർക്ക് വേണ്ടി ആളില്ല. ഈ മലയോര കർഷകർക്ക് വേണ്ടി അവർ തന്നെ മത്സരിക്കണ്ടോ? അപ്പോൾ ഞാൻ ഒരു ഡോക്ടറാകാൻ വേണ്ടി ഡോക്ടർ മത്സരിക്കുമോ? വക്കീൽ വകുപ്പ് ചെയ്യാൻ വക്കീൽ വേണോ? ഒരു മലയോര കർഷകർക്ക് വാദിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു അതിനോട് താല്പര്യമുള്ളൊരു MLA പോരെ? അത് ജോയി തന്നെ വേണം, അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ക്രിസ്ത്യൻ തന്നെ ആൾക്കുള്ള നിയമമുണ്ടോ? അങ്ങനെ ഇപ്പം മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് കഴിഞ്ഞാൽ ആര് വേണം? ഡോക്ടർ വേണ്ടേ? ചില സന്ദർഭങ്ങൾ ഓട്ടോമാറ്റിക് വരും. ഡോക്ടർ കർഷക വന്നിട്ടില്ല, അതൊക്കെ സ്വാഭാവികമായിട്ട് വരുന്നത്. ആ നിയമമല്ല. എഞ്ചിനീയർ സെക്ഷൻ എഞ്ചിനീയർ വേണ്ടേ? അങ്ങനെ ഒരു നിയമമല്ലോ. അതിനാണല്ലോ കഴിവുള്ള ഉദ്യോഗസ്ഥന്മാരെ നീട്ടി വയ്ക്കുന്നത്. അപ്പോൾ പോയി നിങ്ങൾ തെറ്റാണത്. പിന്നെ സിദ്ദീഖിൻ്റെ ആര്യാടൻ ഷൗക്കത്തിനോട് നിങ്ങളുടെ ആ വ്യക്തി വൈരാഗ്യം, കുടുംബ വൈരാഗ്യം, അത് രാഷ്ട്രീയത്തിൽ, അത് കുടുംബത്തിൽ വെച്ചുകൊണ്ടിരിക്കണം. രാഷ്ട്രീയത്തിൽ അത് പറ്റില്ല. അയാൾ തോൽപ്പിക്കാറുണ്ട്. ഞാനിപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് എൻ്റെ ആളായിട്ടല്ല. ഞാൻ പറഞ്ഞ 50ഓളം സീറ്റുകൾ ഈ സമുദായത്തിൽ കൊടുക്കണം. UDF അതിൽ 15 അല്ലെങ്കിൽ മാക്സിമം 20 സീറ്റ് ലീഗ് വൈകി 30 സീറ്റ് കൊടുക്കണം പുറത്തെ സ്ഥാനത്ത്. ഈ 30 സീറ്റ് പിന്നെ എവിടെ കൊടുക്കണോ എന്ന് പറയാം. നിങ്ങൾ പറയുമത്. നിങ്ങൾക്ക് നിലമ്പൂർ മാത്രം നോക്കിയാൽ മതി. UDFിനെ സംബന്ധിച്ചോ VD സതീഷിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ACC നേരത്തെ സംബന്ധിച്ച് കേരളം മൊത്തം നോക്കണം, ഇന്ത്യ നോക്കണം. നിങ്ങൾ കാണുന്ന നിങ്ങളുടെ സാമ്രാജ്യം ഒന്ന് നിലമ്പൂരാണ് അല്ലെങ്കിൽ മലപ്പുറം ജില്ലയാണ്. അതല്ല വിഷയം. നിങ്ങൾ നോക്കും, മലപ്പുറം ജില്ലയിൽ എല്ലാ മുസ്ലിങ്ങളാണ്. 90% മുസ്ലിം MLA-മാരാണ്, മറ്റാരുമില്ല. ഇവിടെ ബാക്കി 13 ജില്ല എടുക്കല്ലേ. ഈ 13 ജില്ലയിൽ ഒരു MLA പോലുള്ള എത്ര ജില്ലയുണ്ട്? ഒന്നുമില്ലാത്ത ജില്ല ഞാൻ പറഞ്ഞു. 2 MLA-മാർ എത്ര ജില്ലയുണ്ട്? അത് നിങ്ങൾ ചിന്തിക്കാത്ത. സംസ്ഥാനം മൊത്തം നോക്കണം, അത് നോക്കത്തില്ല. അങ്ങനെ നിങ്ങളുടെ ദുഷ്ടലാക്ക് വെച്ച് ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞില്ല, ഒരു കാരണവശാലും അൻവറിനെ പാർട്ടി UDF എടുക്കാതെ ഞാൻ പറയാം. ഒരു കാരണവശാലും ഇത്രയും നീചനായ നികൃഷ്ടനായ ആളെ, ആത്മാർത്ഥയുടെ സത്യത ഒരു കണിക പോലില്ലാത്ത സതീശൻ 100% തെറ്റായത് സംശയമൊന്നുമില്ല. ഞാൻ പറയാം, ഇപ്പം തന്നെ പറയുന്നത്. അത് അൻവറിനൊന്നും പോസ്റ്റ്മോർട്ടം ചെയ്യട്ടെ. അപ്പോൾ അൻവറിനെ ഇനി എന്ത് കോസ്റ്റ് കൊടുത്താൽ, എന്ത് വില കൊടുത്താണെങ്കിലും അൻവർ എടുക്കരുതെന്നാണ് ഞങ്ങൾ പറയുന്നത്.
അങ്ങോട്ട് പോട്ടെ. ഇപ്പൊ നിലമ്പൂർ തോറ്റുകൊണ്ട് ഒന്നും മന്ത്രിസഭ പോകുന്നില്ലല്ലോ. മന്ത്രിസഭ പോവോ? ഇവനെ പോലെ വച്ചുകൊണ്ടിരിക്കരുത്. ഇത്ര നീചനായത്. കാരണം മനുഷ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആത്മാർത്ഥതയുടെ കടുക് മണിവില്ല. അവൻ്റെ കാര്യം മാത്രമല്ലാതെ നാളെ പറഞ്ഞാണ് ഞാൻ എൻ്റെ ഷർട്ട് വെക്കാൻ കാശില്ല. ആര് ചോദിച്ചു? കാശില്ലാത്ത രാഷ്ട്രീയത്തിൽ ആര് പറഞ്ഞു വീട്ടിൽ പോയിരിക്കണം? പിന്നെ ഉച്ച കഴിയുമ്പോൾ പറയണം അതേ പണം കൊണ്ട് ആൾക്കാർ വരാണ്. അയാൾ എന്നെ കൂടെ പണം കൊടുത്തു കൊടുത്തത്. പിന്നെ അവിടെ ടാപ്പ് ചെയ്ത് തൊഴിലാളികൾക്ക് അൻവർ ജയിച്ചു വരാൻ വേണ്ടി, അല്ലെങ്കിൽ അൻവർ ഇല്ലെങ്കിൽ അവിടെ ജീവിക്കാൻ പറ്റില്ല. ഈ അഭ്യാസമൊക്കെ ജനങ്ങൾക്ക് അറിയാം. അത് അഭ്യാസമൊന്നും വേണ്ട. എങ്കിലും നമ്മൾ പറഞ്ഞ ഒരു വിശാല സഹകരണത്തിന്റെ അടിസ്ഥാനത്തിൽ UDF കെട്ടുറപ്പിന് വേണ്ടി അൻവറിനെ മുന്നണിയിൽ എടുത്ത്, അല്ലെങ്കിൽ അൻവറിന് വേണമെങ്കിൽ ലാസ്റ്റ് സ്വന്തം സ്ഥാനാർത്ഥി അൻവർ തന്നെ നിർത്താം. അവിടെ TMC സ്ഥാനാർത്ഥിയോടെ സ്വന്തം സ്ഥാനാർത്ഥിയായിട്ട് മറ്റെല്ലാം മാറ്റി വെച്ച് സ്വന്തം സ്ഥാനാർത്ഥി പിൻവലിക്കുക. അങ്ങനെ ചിന്തിക്കാം. ആര്യാണ് ജോയിയോട് എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയത്? അതുപോലെ ആര്യാണ് ഷൗക്കത്തും പറയാം. ഷൗക്കത്തെ വിശാലമായ താല്പര്യം കണക്കിലെടുത്ത് തൽക്കാലം നിങ്ങൾ മാറി നിൽക്ക്, അസംബ്ലി അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾ സീറ്റ് തരാം എന്ന് പറഞ്ഞ് അയാളെ മാറ്റി നിർത്ത്. അൻവറിനെ ഞങ്ങൾക്ക് ആ പ്രശ്നം തീർന്നല്ലോ. സ്വതന്ത്രമായി നിർത്തിയാൽ മതി, ഒരു ചിഹ്നവും കൊടുക്കണ്ട. നിങ്ങൾ അതിലെല്ലാവരും അയാൾ ജയിപ്പിക്കാൻ നോക്കുകയും ചെയ്യും. അങ്ങനെയാണ് ചിലപ്പോൾ നടക്കാൻ പോകുന്നതെന്ന് നമ്മൾ ബുദ്ധി പറയാണ്. കാരണം ഒരു വെടിക്ക് 10 പക്ഷിയുമല്ലേ, അതിൽ പല പല പക്ഷികൾ കൂടി കോൺഗ്രസ്സുകാർക്ക്. കോൺഗ്രസ് ഒരു വിഭാഗത്തിന് അൻവറിന് വരാനോ അൻവറിന് ജയിപ്പിക്കാനോ പാടില്ല, ആര്യാന്റെ പാരമ്പര്യം അവിടെ വരാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു വിഭാഗമുണ്ട്. അവർക്ക് നല്ലതാണ്. അപ്പോൾ ആ പ്രശ്നം തീരും. പിന്നെ അൻവറിന്റെ പ്രശ്നം തീരും. അത് അൻവർ ആയി പോയ കോടാലി പോലെ ബുദ്ധിയില്ലാത്ത ആയിപ്പോലെ മണ്ടനാണെങ്കിൽ നിൽക്കട്ടെ. അൻവറിന് സ്വന്തമായിട്ട് അത് തേടുക്കോട് സ്വയം കഴിച്ചിട്ടില്ലല്ലോ. ആ ഷൗക്കത്തെ പറഞ്ഞ് മനസ്സിലാക്ക്. അല്ലെങ്കിൽ നാളെ തന്നെ അൻവറിന്റെ പാർട്ടി TMC മുന്നണി ചേർക്ക്. മുൻചേർത്തോളം നമ്മൾ പറഞ്ഞില്ല, ഒരു വിദേശം വന്നപ്പോൾ അന്ന് അൻവർ പറഞ്ഞത് ഭാര്യയും ഭർത്താവും ഒരു കമ്പ്യൂട്ടർ മാത്രമേ ഉള്ളൂ. ശരിയാണ്, കുറച്ച് പണമുള്ള വേറെ ആളൊന്നുമില്ല. ഒരു കടലാസ് സംഘടനയാണ്. അതിനേക്കാളൊക്കെ ഞങ്ങളുടെ സംഘടന എത്രയോ പരിപാടികൾ നടത്തുന്നത്, എത്ര പത്രസമ്മേളനം നടത്തി, എത്ര വർഷം പാരമ്പര്യമുണ്ട്. ഇത് 2 പേരുള്ളൂ. അതിന് സതീശൻ മുന്നണിയിൽ എടുത്തില്ലേ, ഘടകകക്ഷിയായിട്ട് എടുത്ത്. എന്നാൽ പാലക്കാട്ടെ ജോണൊക്കെ ക്ഷണിതാവായിട്ടുള്ളപ്പോഴും അയാൾ എത്ര വർഷം നടക്കുന്ന. അപ്പൊ അതിന്റെ പുറകിൽ കളി വേറെയാണ്. അപ്പൊ സതീശന്റെ കൈ അത്ര ശുദ്ധമെന്ന് പറയാൻ പറ്റുന്നില്ല. സതീശൻ കാണിച്ചത് വണ്ടത്തരമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഞങ്ങൾ ഇന്നലെ 8 മണി 8:30 വരെ പറഞ്ഞു സതീശൻ അറ്റ് എനി കോസ്റ്റ് സതീശൻ അൻവറിനെ കണ്ട് കൂടെ നിർത്ത്. അത് കഴിഞ്ഞ് ഇലക്ഷൻ കഴിഞ്ഞ് നമ്മുടെ സ്ഥാനാർത്ഥി ജയിച്ചു. പിന്നെ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ അപ്പൊ എന്തെല്ലാം നീക്കമൊക്കെ ഉണ്ട്. അത് 8:45 പിന്നെ അൻവർ സതീശന്റെ വേണ്ടി മറ്റേ ആൾ വിട്ടേക്കാണ്, രാഹുൽ മാങ്കൂട്ടത്തിലെ. അത് പറഞ്ഞ് ഞാൻ അറിഞ്ഞില്ല. അതങ്ങനെയൊക്കെയാണ് പറയുള്ളൂ. കുഴപ്പം അതൊന്നും കുഴപ്പം രാഷ്ട്രീയമല്ലേ. അത് ഞാൻ സതീശൻ കുറ്റം വരില്ല. അങ്ങനെ വിട്ട് അവരെന്തോ ധാര എത്തിയിട്ടുണ്ട്. ആ ധാരണ ഞാനിപ്പോൾ പറയാണ്. ഏതായാലും അൻവർ ഷൗക്കത്തിനെ മാറ്റി സ്വതന്ത്രമായിട്ട് അൻവറിന് തന്നെ സീറ്റ് തരാം. നിങ്ങൾ ബേളം ഉണ്ടാക്കില്ലേ, നിങ്ങൾ മത്സരിച്ചൊക്കെ പറഞ്ഞ കുഴപ്പമില്ല, എങ്കിലും ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റുള്ളൂ. അങ്ങനെയാണ്. അങ്ങനെ ഒരു ധാരണ എത്തിയിട്ടാണ് ഞങ്ങളുടെ പറയുന്നത്. ശരിയായിട്ട് നമുക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ധാരണ ഇതാണ്. അത് മാങ്കൂട്ടത്തിൽ മാത്രമല്ല, സതീശൻ മാത്രമല്ല, കോൺഗ്രസിലെ എല്ലാ നേതാക്കളും അറിഞ്ഞ് അൻവറിനെ സ്വതന്ത്രനായിട്ട് നിർത്താം, ഷൗക്കത്തിനെ മാറ്റാം. അത് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അപ്പം ജോയിയോട് പറഞ്ഞ പോലെ ഷൗക്കത്തും പറഞ്ഞ ഷൗക്കത്തും മാറും. അപ്പം പ്രശ്നം തീർന്ന് നിങ്ങൾ ജയിക്കും. അപ്പോൾ എനിക്ക് മറ്റേ സ്ഥാനാർത്ഥി തിയറിറ്റിക്കല് ആൾ മിടുക്കലാണ്, പക്ഷെ പ്രാക്ടിക്കൽ പോരാ. തിയറിറ്റിക്കൽ അദ്ദേഹം പറഞ്ഞ വലിയ തിയറിറ്റിക്കൽ ആൾ സക്സസ് ആണ്. പക്ഷെ പ്രാക്ടിക്കൽ അദ്ദേഹം പോരാ. ഒരു രാജാവിന് പല സംഭവമുണ്ട്, ഞാൻ പിന്നീട് പറയാം. അപ്പം അങ്ങനെ ഒക്കെ വച്ച് നോക്കുമ്പോൾ ഒന്നുകൂടി നല്ലതാണ് അൻവറിന് അവിടെ കൊടുക്കുന്നത്. സംഗതി UDFന് അല്പം ആശ്വാസം കിട്ടും. എങ്ങനെയും അൻവർ പണം മുടക്കിക്കോളും, ജയിച്ചു നോക്കളും. നമ്മൾ UDF പുറത്ത് നിന്ന് സഹായിച്ച കാലുവാരായിരുന്നാൽ മതി. അങ്ങനെയാണ് ധാര എത്തിയിരിക്കുന്നതെന്ന് ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമോ? ഡൽഹിയിൽ കേട്ട വാർത്ത ഇവിടെ ഇരിക്കുന്ന കൊച്ച് മണ്ടൻ മൊയ്തീൻ ഷേഖ് മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പ് എങ്ങനെ മനസ്സിലാക്കി? അതാണ് മനഃശാസ്ത്രം, അതാണ് സൈക്കോളജി പറഞ്ഞത്, അല്ലെങ്കിൽ അതാണ് ഫിലോസഫി, അല്ലെങ്കിൽ തത്വജ്ഞാനം, അതാണ് ശാസ്ത്രീയത അല്ലെങ്കിൽ ശാസ്ത്രം, സയൻസ്. മനസ്സിലായില്ലേ? ആ ഒരു രഹസ്യധാരണയാണ് ശരിക്കും. അതപ്പോൾ ഇന്ന് നാളെ ആയിട്ട് അറിയാൻ പറ്റും.
അപ്പം അതുകൊണ്ട് ആ രീതിയിൽ അങ്ങനെ ചെയ്യട്ടെ. ചെയ്തില്ലെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അൻവറിൻ്റെ പരാതി തീറും, മലയോര കർഷകൻ പരാതി തീറും, UDF പരാതി തീറും, LDF ശക്തമായൊരു സ്ഥാനാർത്ഥിയായി. അതായിരിക്കാം ഒരു പക്ഷേ മാൻകൂട്ടത്തിനെ രാത്രി വിട്ട് ധാരണ കൊടുത്ത. ഇതാണ് സൈക്കോളജി പറയുന്നത്. ഏറ്റവും ചെയ്തത് നാളെ അറിയാം. അത് കാരണം ഞങ്ങൾ ഇത് നേരെ പോകുന്നത് കോൺഗ്രസിൻ്റെ DCC ഓഫീസിലേക്കാണ്, പിന്നെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്കാണ്. നമ്മൾ ഒളിച്ചു വെച്ചല്ല പറയുന്നത്. കാരണം അന്ന് ഞങ്ങൾ പറഞ്ഞു, സതീശൻ നിങ്ങൾ കാര്യം ചെയ്യേണ്ടത് എന്ത് വില കൊടുത്തും അൻവറിനെ കൂടെ നിർത്തി UDF സ്ഥാനാർത്ഥി ജയിപ്പിക്കണം. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞല്ലേ അസംബ്ലി ഇലക്ഷനല്ലോ. അപ്പോഴേ സ്ഥാനാർത്ഥി പിന്നെ സ്ഥാനമാനങ്ങളും മണ്ഡല പങ്കുകൾ അപ്പോൾ ചർച്ച ചെയ്യണം. പറ്റിയ സീറ്റ് കൊടുക്കണം. ഇനി അഥവാ പറ്റിയില്ലെങ്കിൽ പോയാൽ പറയണം. ആ ഒരു ബുദ്ധിയാണ് നിങ്ങൾക്ക്. എന്ത് മനസ്സിലായി ഇപ്പോൾ ഇത് ചാനലിനെ കുറിച്ച്, ഷാവിഷയെക്കുറിച്ച്? അതാണ് എൻ്റെ ശാസ്ത്രീയ വശം, അത് മനഃശാസ്ത്ര തത്വജ്ഞാനം. ഏതായാലും അതൊക്കെ നടക്കട്ടെ എന്ന് പറയണം. അപ്പോൾ അതുകൊണ്ട് സതീശൻ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. ഗ്രൂപ്പൊന്നും ഉണ്ടാക്കി പോയല്ലേ. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, അതാണ് പ്രധാനമായിട്ട് വേണ്ടത്. ഇന്ന് രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസിൽ നിന്ന് ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാകാൻ സാധ്യത കുറവാണ്. അത് അദ്ദേഹം ജീവിച്ചിരിക്കാലം വേറൊരാൾ പ്രധാനമന്ത്രി ലിസ്റ്റ് വരുത്തിയില്ല. അതാണ് ഇന്ത്യ മുന്നണി ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധി. വലിയ പ്രതിസന്ധിയാണ്. ഇന്നത്തെ കണ്ടീഷനിൽ പ്രിയങ്കയോ രാഹുലോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ സാധ്യത വളരെ കുറവാണ്. അത്രയുള്ള ഭൂരിപക്ഷം കിട്ടില്ല. പക്ഷെ വേറെ ആൾ വരെ അവർ സമ്മതിക്കുകയില്ല. അതാണ് ശാപം. ഇന്ത്യയിലെ പ്രതിപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ പിന്നോക്കൻ്റെ ശാപമാണ്. അത് ചെറിയ ശാപമല്ല. ഇന്നിപ്പോൾ എന്താണ്ട് ശരത് പവാർ കോൺഗ്രസിൽ ചേർന്ന് പറഞ്ഞത്. ഇനി വന്നിട്ട് എന്ത് ജട കൊഴിഞ്ഞാൽ സിംഹം പോലെയാണ്. ഇനി ശരത് പവാറെ കോൺഗ്രസ് ലയിച്ചിട്ട് എന്താ മകൾക്കൊരു സീറ്റ് ഉറപ്പിക്കുക, ഒരു സ്ഥാനം ഉറപ്പിക്കുക, അല്ലെങ്കിൽ കുഴിയിൽ കാല് കിട്ടിയിരിക്കുകയാണ്. മരണപ്രായമൊന്നും ബാധകമല്ല. എന്നാലും എല്ലാം വ്യക്തിത്വം പോയി, മനുഷ്യരൂപം തന്നെ വിട്ടു വന്ന സാഹസിൽ വരാനൊക്കെ പ്രയാസം. അപ്പോൾ അങ്ങനെ ദൈവം ആർക്കും വരാതിരിക്കട്ടെ. അപ്പോൾ ഇപ്പം എല്ലാം കഴിച്ചപ്പോൾ കോൺഗ്രസ് ചേർന്ന് അതുകൊണ്ട് എന്താ കാര്യമല്ലേ? അത് കോൺഗ്രസ് അദ്ദേഹം പുറത്താക്കുന്ന സോണിയാഗാന്ധിയുടെ ഗ്രൂപ്പിൻ്റെ പ്രശ്നമുണ്ട്. ശരത് പവാർ മാത്രമല്ല, അവരെ വക്കീലുണ്ട് തെറ്റ്, സോണിയ ഗ്രൂപ്പ് തെറ്റുണ്ട്. എല്ലാം ഒതുക്കി മോന് മാത്രം സോണിയാഗാന്ധി ഉദ്ദേശിച്ച് അതാണ് പറ്റിയത്, സോണിയാഗാന്ധിയുടെ ഗ്രൂപ്പ്. അപ്പോൾ ഏതായാലും കോൺഗ്രസ് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇപ്പം എന്നറിയോ, സഹകരിച്ച് പോകേണ്ട UDF, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മമതാ കോൺഗ്രസ് എല്ലാം ഇന്ത്യ മുന്നണിയിലെ കക്ഷികളാണ്. അവരാണ് പരസ്പരം മത്സരിക്കാൻ വരുന്നത്. കോൺഗ്രസിനെതിരെ കമ്മ്യൂണിസ്റ്റിനെതിരെ അൻവർ നിർത്താൻ പോകുന്നത്, എന്നിട്ട് മമത വരാൻ പോകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. ഈ മഹദിയൊക്കെയാണ് നയിക്കുന്നെങ്കിൽ, ഈ രാഹുലാണ് നയിക്കുന്നെങ്കിൽ എങ്ങനെ ഇന്ത്യ മുന്നണി അധികാരത്ത് വരും? BJPയുടെ ഭാഗ്യം അല്ലെങ്കിൽ BJPയുടെ തന്ത്രം. ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി നിശ്ചയിച്ചില്ലേ, രാത്രി ഒരു സ്ഥാനാർത്ഥി തെറ്റായിട്ട് ശരിയാകട്ടെ, അത് പറയാം. ശ്രദ്ധിച്ചില്ല, ഒരു കുഞ്ഞുപോലും അറിയാതെ. കോൺഗ്രസ് ആണെങ്കിലോ അത് അവർക്കൊരു നേതാവുണ്ട്. മോഡിയും അമിത്ഷായും 2 നേതാവുണ്ട്. LDFനാണ് ഈ പിണറായിയുടെ ശക്തനായിട്ട് തെറ്റായിട്ട് ശരിയാകട്ടെ. അങ്ങനെ നേതാവ് ഇന്ത്യ മുന്നണിക്കില്ലെന്നേ. അങ്ങോട്ട് മാറാ എന്ന് പറയാൻ പറ്റിയ ഒരു ധൈര്യമുള്ള ഒരു നേതാവ് പോലും ഇന്ത്യ മുന്നണിക്കില്ല. അതാണ് ഇന്ത്യ മുന്നണിയുടെ കഷ്ടകാലവും ഇന്ത്യ മുന്നണിയുടെ ശാപവും. രാഹുൽ അതിന് അക്കാര്യത്തിൽ 100% ഫിറ്റല്ല. രാഹുൽ മോശം പറയുന്നില്ല, രാഹുലിനെ കൊണ്ട് മാത്രം ഫിറ്റല്ല. അങ്ങോട്ട് മാറട എന്ന് പറയാൻ സെക്രട്ടറി രാഹുലില്ല. രാഹുലിന് ഓരോ ഉപദേശം കേൾക്കണം. പണ്ട് ഇന്ദിരാഗാന്ധി, സോണിയാഗാന്ധി ആന്റണി ചോദ്യം എഴുതട്ടെ, ഇപ്പോൾ കേസിയുടെ അഭിപ്രായം ചോദിക്കാതെ രാഹുലും ചെയ്യില്ല. അല്ല, സ്വയമായിട്ട് പഠിക്കാൻ സമയമില്ല, അറിഞ്ഞുകൂടാ. അതാണ് പാരമ്പര്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. രാഷ്ട്രീയ പാരമ്പര്യം എന്നുള്ളത് അച്ഛൻ്റെ പാരമ്പര്യം, അത് രാഷ്ട്രീയ പാരമ്പര്യം എന്നുള്ളത്. അപ്പം അങ്ങനെ വരുമ്പോൾ രാഹുൽ അത് പറ്റില്ല, ഫിറ്റല്ല, അൺഫിറ്റാണ്. പ്രധാനമന്ത്രി രാഹുൽ ഒരിക്കലും ആകുന്ന പ്രശ്നമില്ല. എന്തൊക്കെ നിങ്ങൾ ചെല്ലും അതിനുള്ള ഒരു കഴിവില്ല. ഇനി വേറെ ആളൊക്കെ അവർ സമ്മതിക്കുകയില്ല. എനിക്ക് സങ്കടം പറയാൻ, ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ സമൂഹത്തോടും ഈ പിന്നോക്ക ജനങ്ങളോട് ചെയ്യുന്ന വഞ്ചനയായിരിക്കും അത്. പിന്നെ കാര്യം അറിഞ്ഞല്ലോ. പിന്നെ ഏത് നേതാവാണ്? ആകെ നേതാവുണ്ട് എന്ന് പറഞ്ഞ് ഇന്ന് ഇന്ത്യ മുന്നണിയുടെ ശക്തരായ നേതാവുള്ളത് കർണാടകയിലെ ശിവകുമാറാണ്. നീ ആ ശിവകുമാറിനെ പോലെ ഏത് നിലക്കും തടിക്ക് തട അടുക്കാൻ പറ്റും ഒരു നേതാവ് ഇന്നത്തെ കാഴ്ച രംഗത്തില്ല. അകത്തൊന്നും എനിക്കറിയില്ല. രാഹുൽ പോരാ, പ്രിയങ്കം പോരാ, അതിന് പിന്നെ ഗാർഗിയും പോരാ, അതിന് വേണ്ട ആളാണ് ഈ ശിവകുമാർ. പക്ഷെ ശിവകുമാറിനാക്കുമോ?
ശശി തരൂരിനെ ഞാൻ ആക്കാനും പറയുന്നില്ല, ശശി തരൂരിൻ്റെ രീതി വേറെയാണ്. പക്ഷേ ശിവകുമാറിനെ ആക്കാം. ശിവകുമാറിനെ ACയുടെ പ്രസിഡന്റ് ആക്കുമോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ചെയർമാൻ ആക്കാൻ പറ്റുമോ? എങ്കിൽ ഈ ഇന്ത്യൻ രാഷ്ട്രീയം മുന്നോട്ട് പോകും, BJP താഴെ ഇറക്കും, ഭരണം കിട്ടും. അതല്ലെങ്കിൽ ഈ രാഹുലിനെയും പിന്നെ ഈ സതീഷിനെ പോലെ വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇപ്പൊ സതീഷിനെ കാണിച്ച് കളി കണ്ടില്ലേ, നാറ്റിച്ച് കളഞ്ഞില്ലേ. അൻവർ മണ്ടനാണെന്ന് അറിയാം, സമ്മതിച്ചു. പക്ഷെ സതീശനോ കുറച്ച് ബുദ്ധി കാണിക്കണ്ടേ? ഇത് ഒരു കുഞ്ഞറിയാതെ ഇപ്പൊ ലീഗുകാരും വരത്തില്ലേ, ഒരു കുഞ്ഞറിയാതെ അൻവറിന്റെ പ്രശ്നം തീർക്കായിരുന്നു. സതീഷ് ഒന്നും മനസ്സ് വെച്ചെങ്കിൽ, അല്പം പ്രായോഗിക ബുദ്ധി കാണിച്ചെങ്കിൽ അത് ചെയ്യാൻ നാറ്റിച്ച് കളഞ്ഞു. ഇപ്പൊ എല്ലാവരും കാലുപിടിച്ചിടക്കാണ്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് യോജിച്ചു വന്നാലോ ഈ പറഞ്ഞ വാക്ക് തിരിച്ചിട്ട് അതിനൊക്കെ തെറ്റിദ്ധാരൻ്റെയൊക്കെ വോട്ടർമാരുള്ള തെറ്റിദ്ധാരണ മാറ്റാൻ പറ്റുമോ? മാറി അവർ വിശ്വസിക്കുമോ? അത് ഏതുപോലെ ഒരു ഞായറാഴ്ച ഒരു മറിയാമ്മ കയ്യിൽ നിന്ന് ഒരു ഗ്യാസ് പോയി. അപ്പോൾ അവർക്ക് നാണക്കേട് ഞാനാണ്. അതുകൊണ്ട് അടുത്ത മറിയാമ്മ വേറെ മറിയാമ്മ വിളിച്ചു പറയിപ്പിച്ച്, കഴിഞ്ഞ മറിയാമ്മയുടെ പോയത് ഗ്യാസ് അവിടെ ആട്ടി എൻ്റെ ആട്ടൊന്ന് ആരും അറിയാത്തൊരു കാര്യമാണ്. അത് നാറ്റിച്ച് കളഞ്ഞു. അതുപോലെ ആരും അറിയാൻ തീരുമായിരുന്ന ഭംഗിയായി കലാശിക്കുമായിരുന്ന UDF സീറ്റ് കിട്ടുന്ന നിലമ്പൂർ എന്ന മണ്ഡലം അൻവറും സതീഷിനും രണ്ടും ഒരുപോലെ കിട്ടുകയാണ്. അൻവർ മാത്രമല്ല, സതീഷ് മാത്രമല്ല, രണ്ട് മണ്ടന്മാരും കൂടി കോൺഗ്രസിനെയും മുന്നണിയെയും കേരളത്തിലെ ജനങ്ങളെയും നാറ്റിച്ച് കളഞ്ഞു. അങ്ങനെ ചെയ്യില്ലേന്ന് വിനീതമായി നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. അത് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്ക് നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി ചെയ്യുന്നു.